സ്നേഹമുള്ളവരെ, ഗുഡ്നസ് TV ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എടൂരിന് സമീപമുള്ള കാരാപറമ്പ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള വെള്ളൂർ വയൽ പള്ളിയുടെ കുരിശുപള്ളിയുടെ മുൻപിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ശുശ്രൂഷി വന്ന് നോക്കുമ്പോൾ ഈ പള്ളിയുടെ മുൻപിൽ വച്ചിരുന്ന കുരിശ് തകർക്കപ്പെട്ട രീതിയിൽ കാണുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതിൽ എന്തോ ഒരു ഹരം പോലെ വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ തന്നെ കാണുവാൻ സാധിച്ചത് ഈ കുരിശ് തകർക്കപ്പെട്ടത് ഇങ്ങനെയല്ല ഇവിടെ കിടന്നിരുന്നത്. എന്നാൽ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവർ തന്നെയാണ് ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമീപവാസികൾ ഇവിടെ ഉണ്ടായിരുന്നവർ നമ്മളോട് ചേരുകയാണ്. ഈ ആലയത്തിലെ ശുശ്രൂഷി അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാം. ഒരു 5:30 ഇവിടെ വരുന്നത്. അന്നേരം ഇങ്ങനെ ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ചെതറി കിടക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ സാധിച്ചത്. അപ്പം ഇവിടെ കടകളിൽ അന്വേഷിച്ചപ്പോൾ അവർ 11 മണിയായിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഇവിടുത്തെ പാരിഷ് കൗൺസിൽ മെമ്പറാണ്. എന്താണ് സഹോദരൻ ഇങ്ങനെ ഈ സംഭവങ്ങൾ, ഇത് ആദ്യത്തെ ഒരു സംഭവമാണോ, എങ്ങനെയാണ്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഇവിടുത്തെ ഈ കപ്പേള 2000 ആരംഭിച്ചതാണ്. 2000 ആരംഭിച്ച ശേഷം 2009 ഇവിടുത്തെ സക്രാരി കുത്തി തുറന്ന് ഇവിടുത്തെ സിബോറിയും ഓസ്തി ഇരുന്ന സിബോറിയും എടുത്ത് കൊണ്ടുപോയി ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറമുള്ളൊരു തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. ആ 40 ദിവസങ്ങൾക്ക് ശേഷം അത് കണ്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് ആണ് ഒന്നാമത്തെ സംഭവം. പിന്നെ രണ്ടാമത്തെ സംഭവം അതിനിടയിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ നേർച്ചപ്പെട്ടി കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മൂന്നാമത്തെ സംഭവം. ഇപ്പോൾ പാരിഷ് കൗൺസിൽ സെക്രട്ടറി നമ്മളോട് ചേരുകയാണ്. എന്താണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്തിന് പറയാനുള്ളത്? ഇപ്പോൾ ഒരു 25 വർഷം പൂർത്തിയാവുകയാണ് ഈ ഡിസംബർ ആകുമ്പോഴേക്ക് ഈ ദേവാലയം ഇവിടെ പണി കഴിച്ചിട്ട്. ഇപ്പം നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ പങ്കെടുക്കുകയും അതുപോലെ അനുഗ്രഹങ്ങൾ തേടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു വളർച്ചയുടെ പാതയിലേക്ക് നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു സംഭവം, അതായത് 25ാം ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിലുള്ള ഈ ഒരു സംഭവം നമ്മളതൊരു ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നലെ രാത്രി ഒരു 12 മണി വരെ ഇവിടെ കടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് ബീറ്റ് പോലീസുകാർ രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത് തകർക്കപ്പെട്ടില്ല. അതിന് ശേഷമാണ് വെളുപ്പിന് ഒരു 5:30 മുമ്പായിട്ട് ഉള്ള സമയത്താണ് ഇത് ചെയ്യപ്പെട്ടത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇത് മൂന്നാമത്തെ സംഭവമാണ് ഈ കുരിശുപള്ളിയിൽ. അപ്പോൾ ഈ തുടർച്ചയായിട്ട് വരുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ക്രൈസ്തവ മേഖലയിലേക്കുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റമാണോ അതെന്താണെന്ന് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ വഴിക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നല്ല നിലയിൽ എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇത് കേട്ടപ്പം അത്ര വലിയ മനസാക്ഷിയുള്ളവൻ ഇത് ചെയ്യല്ലോ. അവന് മനസാക്ഷി ഇല്ലാത്തവനെ ഇത് ദുഷ്ടപ്രവൃത്തി ചെയ്യുള്ളൂ. തമ്പുരാന് പുള്ളിയാണിവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം അവത്ത് ഇവിടെ മാറിപ്പോകണ്ടെന്നറിയാവോ? മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇത് ചെയ്തത്. മനസാക്ഷി ഉള്ളവൻ ഇത് ചെയ്യല്ലോ. വന്നവർ വന്ന് കുരിശ് വരയ്ക്കാണ്ട് പോവുകയല്ല. അപ്പോൾ അതിൻ്റെ കൂലി തമ്പുരാൻ നല്ല ബുദ്ധി അവന് കൊടുക്കട്ടെ, അവന് ദീർഘായുസ്സും കൊടുക്കട്ടെ. എനിക്കതേ പറയാനുള്ളൂ. ഒത്തിരി സങ്കടം തന്നെ. ചങ്ക് ഇപ്പോഴും പൊട്ടുന്നുണ്ട്. കർത്താവിനെ അല്ലേ ചെയ്തു വെച്ചത്. ഈശോയുടെ കുരിശിയോ അല്ലേ, അതോ ചെയ്യാമായിരുന്നോ? ആ മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല തന്നെ ചെയ്യണ്ടേ? അവനെ ഈശോയുടെ ഉള്ളം കയ്യിൽ അവനെ നന്നായിട്ട് അവന് പാപബോധവും പശ്ചാത്താപം അനുതാപം കൊടുത്തു. അവൻ്റെ തിരിച്ചെത്താൽ അവനെ പരിശുദ്ധാപം നിറച്ച് ശക്തിപ്പെടുത്തി ഇവനൊരു അവനതാപം കൊടുക്കണം ഈശോ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവിൻ്റെ കുരിശിട്ട് അവനെ വെച്ചു കൊടുക്കുക. അല്ല ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല, തീർന്നു. കുരിശ് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് മനുഷ്യന്, മാനവകുലത്തിന് പ്രത്യാശയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. സഹനത്തിൻ്റെ പ്രതീകമായ യേശു കുരിശിലൂടെ മാനവകുലത്തിന് രക്ഷ നൽകിയതിൻ്റെ അടയാളമാണ്. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് സ്നേഹിക്കുവാനും ഒരുമിച്ച് കൈകോർത്ത് ജീവിക്കുവാനുള്ള വലിയ സന്ദേശം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ കുരിശ്. അത് പ്രത്യാശയുടെ അടയാളമാണ്. എന്നാൽ ഇന്ന് ഈ പ്രത്യാശയുടെ അടയാളത്തെയും ഈ സത്യത്തിൻ്റെ അടയാളത്തെയും ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്തുകൊണ്ട് അവിടെ പൈശാചിക ശക്തിയുടെ ആവാസം ആക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഒരു കൂട്ടായ ശ്രമങ്ങൾ ഇന്ന് പല മേഖലകളിലും കടന്നു വരുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഈ നാളുകളിലൊക്കെ ചർച്ചാ വിഷയമായിരിക്കുന്ന എമ്പുരാൻ തുടങ്ങിയ സിനിമകളും ഇതിൻ്റെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സംഘടിതമായ ഒരു കടന്നുകയറ്റമാണ്. സത്യത്തെ തമസ്കരിക്കുക, സത്യത്തെ ഈ ലോകത്ത് നിന്നും മാറ്റിക്കളഞ്ഞുകൊണ്ട് അസത്യത്തിന്
ഭരണം നടത്തുവാനുള്ള അന്ധകാരത്തിൻ്റെ ഭരണത്തിനു വേണ്ടി വിട്ടുകൊടുക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്, ഈ സാഹചര്യത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കുരിശ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശ് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ സ്പർദ്ധയോ ഒന്നുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് ഈ കാരാപറമ്പ് പ്രദേശത്തുണ്ടായിരുന്നത് എന്ന് ഇവർ സാക്ഷ്യം നൽകുകയാണ്. ഈ കാരാപറമ്പിൽ ഒരു മനുഷ്യസ്നേഹി, ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദാനമായി കൊടുത്ത ഒരു സ്ഥലത്താണ് ഈ കുരിശും ഈ കപ്പേളയും ഇതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാലയവും. ഇവിടെ നിത്യാരാധന നടക്കുന്ന ഒരു ഇടമാണ്. ഇവിടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇതൊരു ഇന്ന് സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടരുമ്പോൾ എന്താണ് ഇതിന് വേണ്ടപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പലപ്പോഴും നിസ്സംഗത പാലിക്കുകയാണ്. കുരിശ് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമാണ് കുരിശ്. ഈ കുരിശിന് നേരെ നടക്കുന്ന സംഭവങ്ങൾ ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആരൊക്കെ ഏതെല്ലാം തരത്തിൽ വെള്ളപൂശിയാലും ഇത് യഥാർത്ഥത്തിൽ സത്യത്തിനെതിരെ, നീതിക്കെതിരെ, സമാധാനത്തിനെതിരെ നടക്കുന്ന കയ്യേറ്റമായിട്ടും അതിനെതിരെ നടക്കുന്ന ആസൂത്രിതമായ പ്രവർത്തനങ്ങളായിട്ടും മാത്രമേ ഗുഡ്നസ് ടിവിക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഈ ആനുകാലിക സംഭവങ്ങളൊക്കെ ക്രിസ്തുമതത്തിനെതിരെയും ക്രിസ്തുമത ആചാര പ്രവർത്തനങ്ങൾക്കെതിരെയും ആരും എന്തും നടത്തിയാൽ ഒന്നും പ്രതികരിക്കില്ല എന്ന ഒരു ബോധ്യമാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെ വരുവാനിടയാകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ എത്രയും വേഗം ശക്തമായ നടപടികൾ എടുക്കണം. ഒരിക്കലും ക്രിസ്ത്യാനി ഇങ്ങനൊരു സംഭവം നടത്തിയതിൻ്റെ പേരിൽ മറ്റാരുടെയും തലവെട്ടാനോ കൈവെട്ടാനോ കാലുവെട്ടാനോ പോകില്ല, അവർ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ഉത്തമമായ വിശ്വാസമാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് പിന്നിൽ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.